ഡൽഹിയിൽ ഇന്നും കനത്ത മൂടൽമഞ്ഞ്. കാഴ്ചാപരിധി കുറഞ്ഞു. ട്രെയിൻ വിമാന സർവീസുകൾ വൈകുന്നു. 110 വിമാനങ്ങളാണ് വൈകിയിരിക്കുന്നത്. നിതിൻ അംബുജൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, ഡൽഹിയിലെ പുകമഞ്ഞ്, ഒപ്പം തന്നെ മൂടൽമഞ്ഞ്, അതെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ സാഹചര്യം? പ്രജിൻ, ഇന്നും ശക്തമായ മൂടൽമഞ്ഞ് തന്നെയാണ് ഡൽഹിയിൽ അനുഭവപ്പെട്ടത്. ഡൽഹിയിലെ കാഴ്ചപരിധി ഏതാണ്ട് 50 മീറ്ററിൽ താഴെയാണ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളാകെ ഇത്തരത്തിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. പട്യാല, ലക്നൌ, പ്രയാഗ്രാജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ദൃശ്യപരിധി ഏതാണ്ട് 25 മീറ്ററിൽ താഴെയാണ്. അമൃത്സറിലും ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മൂടൽമഞ്ഞ് ഉത്തരേന്ത്യയിലെ ട്രെയിൻ, അതോടൊപ്പം തന്നെ വിമാന സർവീസുകളെ ആകെ ബാധിച്ചിരിക്കുകയാണ്. നോർത്തേൺ റെയിൽവേ ഏതാണ്ട് 25 ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നാണ് നോർത്തേൺ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ മാത്രം ഏതാണ്ട് 110 വിമാനങ്ങൾ വൈകി ഓടുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പോലീസ് നൽകിയ നിർദ്ദേശം രാവിലെ ഡൽഹി അടക്കമുള്ള എക്സ്പ്രസ് വേകളിൽ സഞ്ചരിക്കുന്നവർ വളരെ വേഗത കുറഞ്ഞ വാഹനം ഓട്ടിക്കാൻ എന്നാണ്. കാരണം അത് അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്രയേറെ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വിമാനത്താവള അധികൃതരാണ് 110 വിമാനങ്ങൾ ഇത്തരത്തിൽ വൈകി ഓടുന്നതായി അറിയിച്ചിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂർ പക്ഷേ അത് വിമാന സർവീസുകൾ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നൽകുന്ന വിവരം. എന്തായാലും ശക്തമായ മൂടൽമഞ്ഞാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലാകെ അനുഭവപ്പെടുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.